മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് 2026 IPLന് മുന്നോടിയായി പോകുമെന്ന് അഭ്യൂഹങ്ങൾ കുറച്ചുനാളായി ആരാധകർക്കിടയിൽ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് ടീം അധികൃതർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സഞ്ജു ദീർഘനാളായി രാജസ്ഥാൻ റോയൽസിൻ്റെ സൂപ്പർ താരവും ക്യാപ്റ്റനുമാണ്. കഴിഞ്ഞ സീസണിൽ താരത്തെ 18 കോടിക്കാണ് രാജസ്ഥാൻ ടീമിൽ നിലനിർത്തിയത്. നിലവിലെ IPL ട്രേഡ് വിൻഡോ സമയത്തിൽ താരത്തെ സ്വന്തമാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ചെന്നൈ. ഇതിഹാസ താരം MS ധോണിയുടെ പകരക്കാരനായി ടീമിലേക്ക് എത്തിക്കാമെന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കുന്നത്. സഞ്ജുവിനെ സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി ചെന്നൈ സൂപ്പർ കിങ്സ് ടീം രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതായാണ് വിവരം. ചെന്നൈ ടീമിൻ്റെ ഔദ്യോഗിക സംഘത്തിലെ ഒരു മുതിർന്ന അംഗമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സഞ്ജു സാംസണിനെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ ബാറ്ററാണ്, വിക്കറ്റ് കീപ്പറും ഓപ്പണർ കൂടിയുമാണ്. അദ്ദേഹത്തെ ടീമിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഏറെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തെ എത്തിക്കാനുള്ള താൽപ്പര്യം ടീം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി. മറ്റൊന്ന്, എഡ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ത്യ ഒരുങ്ങുമ്പോൾ പ്ലേയിങ് 11-ൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയുടെ അസിസ്റ്റന്റ് പരിശീലകനായ റിയാൻ ടെൻ ഡൊഷ്കാറ്റെ സൂചന നൽകി. കളിക്കാരുടെ ജോലിഭാരവും ടീം ബാലൻസും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാറും സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതേസമയം ഇന്ത്യയുടെ പ്രീമിയം ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കും. നിതീഷിൻ്റെ ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലുള്ള കഴിവ് ഇന്ത്യയുടെ ലോവർ ഓർഡറിന് കൂടുതൽ കരുത്ത് നൽകും. നെറ്റ്സിൽ ദീർഘനേരം ബോൾ ചെയ്യുകയും തുടർന്ന് തീവ്രമായ ബാറ്റിംഗ് സെഷനിൽ ഏർപ്പെടുകയും ചെയ്ത വാഷിംഗ്ടൺ സുന്ദറിനെയും ഗൗരവമായി ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. വാഷി നന്നായി ബാറ്റ് ചെയ്യുന്നു എന്നും ഡൊഷ്കാറ്റെ പറഞ്ഞിരുന്നു. പിച്ചിൻ്റെ സാഹചര്യങ്ങളെയും കാലാവസ്ഥയെയും ആശ്രയിച്ച് ഇന്ത്യ ഒരുപക്ഷേ 2 സ്പിന്നർമാരുമായി കളത്തിലിറങ്ങിയേക്കാമെന്നും അദ്ദേഹം സൂചന നൽകി.